തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധ്യക്ഷനായി. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 14 പദ്ധതികളാണ് ശ്രീ സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പാവപ്പെട്ട ഭവനരഹിതർക്ക് 250 വീട് നിർമ്മിച്ചു നൽകുകയാണ് പദ്ധതികളിൽ പ്രധാനം. ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്തു. സത്യസായി ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ആത്മീയ ഗുരുവായിരുന്നു സത്യസായി ബാബ. ആത്മീയതയിൽ അധിഷ്ഠിതമായ സത്യത്തിന്റെ സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയിരുന്നത്. കേരളം നേരിട്ട വലിയ ദുരന്തങ്ങളിൽ സത്യസായി ട്രസ്റ്റ് കൈത്താങ്ങായി നിന്നത് എക്കാലവും സ്മരിക്കപ്പെടുമെന്നും വെങ്കയ്യ നായിഡു ഓർമ്മിപ്പിച്ചു. Sri Satya Sai Baba was one of the India's most revered spiritual gurus. His life's mission was to bring about spiritual regeneration of the humanity and spread the message of truth, love and peace to unite all mankind. ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധ്യക്ഷത വഹിച്ചു. The growth of Sai Gramam and other institutions from a humble home to one of the largest voluntary organizations with 140 institutions and over 1,000 volunteers tells a story of rare dedication and selfless service. തോന്നിക്കൽ സായി ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അടൂർ പ്രകാശ് MP തുടങ്ങിയ